ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. സെറ്റ് പരീക്ഷകൾ സാധാരണയായി വർഷത്തിൽ 2 പ്രാവശ്യമാണ് വരാറുള്ളത്. 2025 രണ്ടാമത്തെ സെറ്റ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. പരീക്ഷ അടുത്ത് വരുമ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് നമുക്ക് ഏറ്റവും ഒതന്റിക് ആയിട്ട് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്കറിയാം പ്രീവിയസ് ഇയേഴ്സിൽ ഈ ഏരിയാസ് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ധാരാളമായി ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഒക്കെ. അപ്പോൾ ടൂസ് അക്കാഡമിയിൽ നിന്നും ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് സെറ്റ് ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും കൂടുതലായി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിലായത് കാരണം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കാരണം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ബേസിക്കലി ഫസ്റ്റ് പറയാനുള്ളത്, ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കും എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ഈ ക്വസ്റ്റ്യൻസ് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഏരിയാസ് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റ് ഇംഗ്ലീഷിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതും എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോൺ ഹേയ്വുഡ്സ് ദ പ്ലേ കോൾ ഫോർ പീസ് ഇസ് ഡാഷ് ഇസ് എ മൊറാലിറ്റി പ്ലേ, മിറാക്കിൾ പ്ലേ, ഇന്റർലൂഡ്, എ ട്രാജഡി. A correct answer is interlude. ഇതിന്റെ എല്ലാം explanation പറയാട്ടോ. Dramatic entertainments involving dances and disguises in which the spectacular and musical elements predominated over plot and character are called masque. Dash plays used allegorical stories to teach a moral message underpinned by Christian teachings. അതേതാണ്? morality play ആണ്. Every man, the 15th century play, is derived from Dutch. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിന് ശേഷം വന്ന മിഡിൽ ഇംഗ്ലീഷിന്റെ എൻഡിങ്ങോട് കൂടിയിട്ട് റിനൈസൻസിന്റെ ആ ഒരു ബേർത്തിന്റെ ഒക്കെ സമയമായപ്പോഴത്തേക്കും ഡ്രാമാസ് ഫ്ലറിഷ് ആയി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ആദ്യകാല രൂപം എന്ന് പറയുന്നത് തന്നെ ഈ മിഡീവൽ ഡ്രാമാസിന്റെ ഏറ്റവും പ്രൊമിനന്റ് ഫോംസ് അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ഫോംസ് എന്ന് പറയുന്നത് മിറാക്കിൾ പ്ലേസും മൊറാലിറ്റി പ്ലേസും ആയിരുന്നു. ഇതില് മിറാക്കിൾ പ്ലേസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് സെയിന്റുകളുടെ ലൈഫും അവരുടെ മിറാക്കിൾസും ഇന്റർവെൻഷൻസും ഒക്കെയാണ് കൂടുതലായിട്ടും മിറാക്കിൾ പ്ലേയിൽ ഫോക്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. എന്നാൽ മൊറാലിറ്റി പ്ലേയിൽ ഈ അലഗോറിക്കൽ റെപ്രസെന്റേഷൻസ് ആണ്, വെർച്യൂസ്, വൈസസ്, മറ്റ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ്, ലവ്, ഡെത്ത്, അങ്ങനത്തെ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സിന്റെ ഒരു പെർസോണിഫിക്കേഷൻ ഒക്കെയാണ് ഈ പറയുന്ന മൊറാലിറ്റി പ്ലേയിൽ വരുന്നത്. ആ കൂടുതലായിട്ട് നമ്മളെ മൊറാലിറ്റി പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന മോറൽ ലെസൺസ് പഠിപ്പിക്കാനും ഹ്യൂമൻ സോളിന്റെ സ്ട്രഗിൾ കാണിക്കാനും ഒക്കെയാണ്. അപ്പോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ജോൺ ഹേയ്വുഡ്സിന്റെ പ്ലേ ആയിട്ടുള്ള ദ പ്ലേ കോൾ 4P എന്താണെന്ന് ചോദ്യം വന്നിട്ടുള്ളത്? അതൊരു ഇന്റർലൂഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ മിറാക്കിൾ പ്ലേയും മൊറാലിറ്റി പ്ലേയും അല്ലാതെ എന്താണ് ഈ ഇന്റർലൂഡ്? ഇന്റർലൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് ചില പരസ്യങ്ങൾ വരാറുണ്ട്. നമുക്കൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി, ഒരു അമ്യൂസ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആഡ് സിനിമകൾക്ക് ഇടയ്ക്കും സീരിയൽസിന് ഇടയ്ക്കൊക്കെ ഇടുന്നത്. അതേ പർപ്പസോട് കൂടിയിട്ടാണ് അന്നത്തെ നമ്മുടെ മിഡീവൽ ഡ്രാമാസിന്റെ ഇടയിൽ ഒരു അമ്യൂസ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു രസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചെറിയ ഷോർട്ട് പ്ലേ ആണ് ഇന്റർലൂഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ ഇന്റർലൂഡ്സിന്റെ ആ ഒരു
പേര് കണ്ടുകൊണ്ട് എടുത്തതാണ്. എന്റർടൈൻമെന്റ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അത് ഇന്റർലൂഡ് ആയിട്ട് തോന്നരുത്. അവിടെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവിടെ ഡിസ്കൈസസ്, വേഷപ്പകർച്ചകളും മ്യൂസിക്കൽ എലമെന്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് മാസ്കുകളാണ്. മാസ്കുകൾ ഒരു ഫെസ്റ്റീവ് എന്റർടൈൻമെന്റ് ഷോസ് ആണ്. സിമിലർ ടു ഇന്റർലൂഡ്സ് ആണ്, പക്ഷെ കുറച്ചും കൂടെ ഫെസ്റ്റീവ് മൂഡ് ആയിരിക്കും മാസ്കിന് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, അലിഗോറിക്കൽ പ്ലേ ഏതാണ്? അതുപോലെ അതിൻ്റെ അകത്ത് കൂടുതലും മോറൽ മെസ്സേജസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്ലേകൾ യൂസ് ചെയ്യുന്നത്. അത് ഏതായിരുന്നു? അത് മൊറാലിറ്റി പ്ലേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പ്ലേ ആണ് എവ്രിമാൻ എന്ന് പറയുന്നത്. അതിന്റെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഡച്ചിൽ നിന്നുമാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഇത് ഒന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് അല്ല, പല പ്രാവശ്യമായി ഈ ഏരിയാസ് ടച്ച് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മിഡീവൽ പ്ലേ എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ടച്ച് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ 3 ഫോം ഓഫ് ചർച്ച് ഡ്രാമാസ് ഉണ്ട്. ഒന്ന് മിറാക്കിൾ പ്ലേ എന്ന് പറയുന്നത് സെയിന്റിന്റെ ലൈഫാണ് കൂടുതലായിട്ട് മിറാക്കിൾ പ്ലേയിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ മൊറാലിറ്റി പ്ലേ, അവിടെ ഈ പറയുന്ന അലിഗോറിക്കൽ റെപ്രസെന്റേഷൻസ് ഒക്കെയാണ്. ഒരു ബെസ്റ്റ് നോൺ മൊറാലിറ്റി പ്ലേ ആണ് നമ്മുടെ എവ്രിമാൻ എന്ന് പറയുന്നത്. ദെൻ മിസ്റ്ററി പ്ലേ ഉണ്ട്. ഇതും ഈ പറയുന്ന ആ സമയത്ത് യോർക്ക് സർക്കിൾ, ചെസ്റ്റർ സർക്കിളിൽ ഉണ്ടായിരുന്ന കുറച്ച് ഒരു എന്താ പറയാ, നമ്മുടെ ഈ മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത് മിഡീവൽ ടൈംസിൽ ഉണ്ടായിരുന്ന ഒരു ഫോം ഓഫ് റിലീജിയസ് ഡ്രാമയാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ബിബ്ലിക്കൽ കാര്യങ്ങളാണ്, ബൈബിളിലുള്ളതാണ്. ആദ്യമേ ഇനിഷ്യലി ഇത് ചർച്ചിനകത്ത് തന്നെയായിരുന്നു ഈ ഒരു മിസ്റ്ററി പ്ലേസ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പബ്ലിക് സ്പേസസ് ആയിട്ടുള്ള ടൗൺ സ്ക്വയേഴ്സിലേക്കൊക്കെ ഇത് മാറുകയാണ് ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണവും ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് ഷേക്സ്പിയറിന്റെ സോണറ്റുകളെ കുറിച്ച് അറിയാം, ഷേക്സ്പിയറിന്റെ ട്രാജഡീസ്, ഡ്രാമാസ്, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഷേക്സ്പിയർ ഫോളിയോ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി തിങ്ക് അബൌട്ട് ഷേക്സ്പിയർ. കാരണം ഈ ഒരു വർക്ക് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഷേക്സ്പിയറിന്റെ 18ഓളം വർക്ക്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. കാരണം ഷേക്സ്പിയറിന്റെ മരണത്തിന് മുമ്പോ മരണത്തിന് ശേഷമോ ഈ ഫോളിയോ ഇറങ്ങുന്നത് വരെ ഈ പറയുന്ന 18ഓളം ഡ്രാമാസ് എവിടെയും പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഈ ജോൺ ഹെമിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൽ ആണ്. അവരാണ് ഈ പറയുന്ന ഷേക്സ്പിയറിന്റെ നാടകങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോ 1623 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ 2 പ്രാവശ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് നോക്കാം. മിസ്റ്റർ വില്യം ഷേക്സ്പിയേഴ്സ് കോമഡീസ്, ഹിസ്റ്ററീസ് ആൻഡ് ട്രാജഡീസ് എന്നാണ് ഈ ഫസ്റ്റ് ഫോളിയോയ്ക്ക് അവർ കൊടുത്ത പേര്. 1623 ഈ ഒരു ഫസ്റ്റ് ഫോളിയോ ഇറങ്ങുന്നത്. ഏകദേശം ഷേക്സ്പിയറിന്റെ മരണത്തിന് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഷേക്സ്പിയറിന്റെ വർക്കുകളുടെ കളക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഫോളിയോ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും അതുവരെ ഇറങ്ങിയിട്ടുള്ള ഷേക്സ്പിയർ വർക്ക്സുകളിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഈ ഫസ്റ്റ് ഫോളിയോ എന്ന് പറയുന്നത്. കാരണം ഷേക്സ്പിയറിന്റെ 36 നാടകങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കിങ് ആക്ടിംഗ് കമ്പനി, അതിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളാണ് ഈ പറയുന്ന ജോൺ ഹെമിങ്സും ഹെൻറി കോണ്ടലും. അവരാണ് ഈ ഒരു ഫോളിയോ നമുക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വില്യം ഹെർബർട്ട്, 3rd Earl of Pembroke ആണ്. ആൻഡ് ഹിസ് ബ്രദർ ഫിലിപ്പ് ഹെർബർട്ട്. ഇവർക്കാണ് ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പല പ്രാവശ്യമായി പലതവണയായി ഈ ഒരു ഫസ്റ്റ് ഫോളിയോ ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ജോർജ് ഓർവെലിനെ സംബന്ധിച്ചാണ്. ആക്ച്വലി ജോർജ് ഓർവെലിനെ ഇനിയൊരു ക്വസ്റ്റ്യനായി റിപ്പീറ്റ് ചെയ്ത് വരും എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓതേഴ്സിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി അവരുടെ ഫസ്റ്റ് വർക്ക്, അവർ ഏറ്റവും ഫേമസ് ആക്കിയ വർക്ക്, അതേപോലെ തന്നെ ലാസ്റ്റ് വർക്ക്, അതിൽ തന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഓതറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ജോർജ് ഓർവെൽസ് ഫസ്റ്റ് നോവൽ ഏതാണ്? ജോർജ് ഓർവെലിന് ആദ്യമേ ഒരു വർക്ക് എഴുതിയിരുന്നു. അത് ഡൗൺ ആൻഡ് ഔട്ട് ഇൻ പാരീസ് ആൻഡ് ലണ്ടൻ എന്നാണ്. അപ്പൊ പെട്ടെന്ന് ഈ ജോർജ് ഓർവെലിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംശയം വന്നേക്കാം, എങ്ങനെയാണ് ബർമിസി ഡേയ്സ് ആണ് ഫസ്റ്റ് നോവൽ എന്ന് പറയാനായിട്ട് സാധിക്കുന്നതെന്ന്. ജോർജ് ഓർവെലിന്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഡൗൺ ആൻഡ് ഔട്ട് ഇൻ പാരീസ് ആൻഡ് ലണ്ടൻ ആണ്.
പക്ഷേ അതൊരു മെമ്മോയർ ആണ്. മെമ്മോയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓർമ്മക്കുറിപ്പാണ്. അതൊരിക്കലും ഒരു നോവൽ കാറ്റഗറിയിൽ വരുന്ന വർക്കല്ല. അതുകൊണ്ടാണ് ജോർജ് ഓർവെലിന്റെ സെക്കൻഡ് വർക്ക് ആയിട്ടുള്ള ബർമസി ഡേയ്സ് ആണ് ജോർജ് ഓർവെലിന്റെ ഫസ്റ്റ് നോവൽ. അപ്പൊ നിങ്ങൾ ഓതേഴ്സിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് വിട്ടുപോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എറിക് ആദർ ബ്ലെയർ എന്ന് വിളിക്കുന്ന ജോർജ് ഓർവെലിന്റെ കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. ജോർജ് ഓർവെൽ ഇംഗ്ലീഷിലെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റും പോയറ്റും എസ്സേയിസ്റ്റും ജേർണലിസ്റ്റുമാണ്. അദ്ദേഹത്തിന്റെ പെൻ നെയിം, അതായത് തൂലികാനാമമാണ് ജോർജ് ഓർവെൽ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും സോഷ്യൽ ക്രിറ്റിസിസം, അതോറിറ്റേറിയൻ, കമ്മ്യൂണിസം, ഫാസിസം, ഡെമോക്രാറ്റിക് സോഷ്യലിസം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എറിക് ആദർ ബ്ലെയർ ആണ്. ജോർജ് ഓർവെലിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവെല്ലയാണ്, നോവല്ല. എന്താ നോവല്ല? ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ എ ഷോർട്ട് സ്റ്റോറി ആൻഡ് ഷോർട്ടർ ദാൻ എ നോവൽ. അതാണ് ആനിമൽ ഫാം. അദ്ദേഹത്തിന്റെ ഡിസ്റ്റോപ്പിയൻ നോവൽ ആയിട്ടുള്ള 1984 പബ്ലിഷ് ആക്കിയ വർഷം എന്ന് പറയുന്നത് 1949 ആണ്. അദ്ദേഹത്തിന്റെ ദ റോഡ് ഓഫ് വിഗാൻപിയർ, ഹോമേജ് ടു കെറ്റ്ലിയ, റിപ്പബ്ലിക്കൻ ഫാസിസം, അതുപോലെ സ്പാനിഷ് സിവിൽ വാർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട്സിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിൽ അദ്ദേഹം ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഒരു സോൾജർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളെ സ്വാധീനിച്ചിട്ടും ഉണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹി വാസ് ബോൺ ഇൻ ബംഗാൾ പ്രസിഡൻസി. കറക്റ്റ് ആണ്, അദ്ദേഹം ജനിച്ചത് ബംഗാൾ പ്രസിഡൻസിയിലാണ്. ഹി ഫോർട്ട് ഫോർ ദ നാഷണലിസ്റ്റ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ. ആക്ച്വലി ഹി നോട്ട് ഫോർട്ട് ഫോർ ദ സ്പാനിഷ് സിവിൽ വാർ. തെറ്റാണ്. ബർമസി ഡേയ്സ് വാസ് ഹിസ് ലാസ്റ്റ് നോവൽ. തെറ്റാണ്. ഞാൻ പറഞ്ഞിരുന്നു ബർമസി ഡേയ്സ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ്, സെക്കൻഡ് വർക്ക് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എറിക് ആദർ ബ്ലെയർ എന്നാണ്. കറക്റ്റ് ആണ്. 1984 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ആക്കിയിരിക്കുന്നത് 1949 അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഈ ഒരു സെറ്റിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സബ് ടൈറ്റിൽസിന് എത്രമാത്രം ഇംഗ്ലീഷ് സെറ്റ് പരീക്ഷയിൽ പ്രാധാന്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. The subtitle of Samuel Beckett's play Waiting for Godot. നമുക്കറിയാം അബ്സേർഡ് പ്ലേ ആയിട്ടുള്ള സാമുവൽ ബെക്കേറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ 2 ആക്ടേ ഉള്ളൂ. അതിന് സബ് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എ ട്രാജിക് കോമഡി ഇൻ 2 acts എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the part of the title a satire upon the true blue Protestant poet T.S. Eliot belongs to which poem? ആക്ച്വലി ഇത് സബ് ടൈറ്റിൽ തന്നിരിക്കുകയാണ്, ഇതിന്റെ ശരിക്കുമുള്ള ടൈറ്റിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അത് മാക്ഫ്ലെക്നോ ആണ്. TS എന്ന് പറയുന്നത് തോമസ് ഷാഡ്വെൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the novel which carries a subtitle a Gothic story, The Castle of Otranto. നമ്മുടെ ഗോതിക് ഫിക്ഷന്റെ വരവറിയിക്കുന്ന ഒരു വർക്ക് ആയിരുന്നു ഹൊറേസ് വാൽപോളിന്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ. അതിന്റെ സബ് ടൈറ്റിൽ ആണ് എ ഗോതിക് സ്റ്റോറി. The subtitle of the play, The Importance of Being Earnest. ആ പ്ലേയുടെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ സീരിയസ് കോമഡി ഫോർ ട്രിവിയൽ പീപ്പിൾ എന്നാണ്. സബ് ടൈറ്റിൽസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പല പ്രാവശ്യങ്ങളായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സബ് ടൈറ്റിൽസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതിൽ ഞാൻ വളരെ കുറച്ച് വർക്കുകളുടെ സബ് ടൈറ്റിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോൺ ഡ്രൈഡന്റെ അബ്സലം ആൻഡ് അക്കിറ്റോഫിൽ എന്ന് പറയുന്നതിന്റെ സബ് ടൈറ്റിൽ എ പോയം എന്നാണ്. ജോൺ ഡ്രൈഡന്റെ ദ മെഡൽ എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ എ സറ്റയർ അബൌട്ട് against seductions. John Dryden's Macfleckno, a satire upon the true blue Protestant poet T.S. Troilus and Cressida, Truth Found Too Late. Alexander's Feast, The Power of Music. John Lilly, Euphues എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ Anatomy of Wit. Entamyon എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ The Man in the Moon. Clarissa, Adventure of a Young Lady. Tottlers Miscellany, Songs and Sonnet. Vanity Fair, a novel without a hero. നമുക്കറിയാം പെൽഗ്രിം പ്രോഗ്രസ്സിലെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു വാനിറ്റി ഫെയർ. അതിൽ നിന്നുമാണ് വില്യം താക്കറെ ഈ ഒരു പേരെടുത്തത്. ആൻഡ് ദാറ്റ് വാസ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ. അതിനകത്തൊരു ഹീറോ ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ സബ് ടൈറ്റിൽ എ നോവൽ വിത്തൗട്ട് എ ഹീറോ എന്നാണ് ആയിട്ടുണ്ട്. ജോൺ ബനിയന്റെ The Pilgrim Progress from his world to that which is to come, delivered under the similitude of a tree. ഇതുപോലെ ധാരാളം വർക്കുകളുടെ സബ് ടൈറ്റിൽസ് നമുക്ക് നോക്കിയിട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് വർക്കുകളുടെ ഓപ്പണിംഗ് ലൈൻസും ഓതേഴ്സും നോവൽസും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടോസ് അക്കാഡമിയിൽ ഇതിന് മുമ്പ് പബ്ലിഷ് ആക്കിയിട്ടുള്ള പബ്ലിക് വീഡിയോസ്, സെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് വീഡിയോസ് നോക്കുവാണെങ്കിൽ, ഇംഗ്ലീഷിന്റെ വീഡിയോസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഞാൻ പല പ്രാവശ്യമായി പല ക്ലാസ്സുകളിൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് അധ്യാപകരും സാഹിത്യം പഠിക്കുന്നവരും ഒക്കെ ആയത് കാരണം വർക്കുകളെ കുറിച്ചും നോവലുകൾ ഓതേഴ്സിനെ കുറിച്ചും നറേറ്റേഴ്സിനെ കുറിച്ചും ഓപ്പണിംഗ് ലൈൻസിനെ കുറിച്ചും ക്ലോസിംഗ് ലൈൻസിനെ കുറിച്ചും ഒക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായത് കാരണം പലപ്പോഴും ഈ ഒരു ഏരിയ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതില് ഫസ്റ്റ് 124 വേഴ്സസ് സ്പൈറ്റ്ഫുൾ ഫുൾ ഓഫ് ബേബീസ് വെനം എന്ന് പറയുന്നത് നമ്മുടെ ടോണി മോറിസന്റെ ബിലവഡ് എന്ന് പറയുന്ന വർക്കിന്റെ ഓപ്പണിംഗ് ലൈൻ ആണ്. സ്റ്റേറ്റ്ലി പമ്പ് ബാക്ക് Buck Mulligan came from a stairhead bearing a bowl of lather on which a mirror and a razor lay crossed. എന്ന് പറയുന്നത് ജെയിംസ് ജോയ്സിന്റെ യുലീസസിലെ ബിഗിനിങ് ലൈൻസ് ആണ്. I have just returned from a visit to my landlord, the solitary neighbor that I shall be troubled with. എന്ന് പറയുന്നത് എമിലി ബ്രോണ്ടയുടെ വുതറിംഗ് ഹൈറ്റ്സിലെയാണ്. It was bright cold day in April and the clocks were striking 13. അത് ജോർജ് ഓർവെലിന്റെ 1984 എന്ന് പറയുന്ന വർക്കിലെ വരികളാണ്. നമ്മുടെ ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് പറയുന്ന വർക്കിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രൂത്ത് യൂണിവേഴ്സലി എക്നോളജ് ദാറ്റ് എ സിംഗിൾ മാൻസ് ഇൻ പൊസിഷൻ ഓഫ് എ ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വാണ്ട് ഓഫ് എ വൈഫ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന HSST ഇംഗ്ലീഷ് പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു ഇത്. മോബി ഡിക് ഹെർമൻ മെൽവിയുടെ ഈ ഒരു വർക്കിന്റെ ഫസ്റ്റ് ലൈൻ കോൾ മീ ഇസ്മായിൽ. ടെയിൽ ഓഫ് ടു സിറ്റീസ് ചാൾസ് ഡിക്കൻസിന്റെ അതിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദി ബെസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് വാസ് ദി വേർസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദി ഏജ് ഓഫ് വിസ്ഡം, ഇറ്റ് വാസ് ദി ഏജ് ഓഫ് ഫൂളിഷ്നെസ്, ഇറ്റ് വാസ് എപ്പോക്ക് ഓഫ് ബിലീഫ്, ഇറ്റ് വാസ് എപ്പോക്ക് ഓഫ് ഇൻക്രൂഡിലിറ്റി, ഇറ്റ് വാസ് എ സീസൺ ഓഫ് ലൈറ്റ്, ഇറ്റ് വാസ് സീസൺ ഓഫ് ഡാർക്ക്നെസ്, ഇറ്റ് വാസ് ദി സ്പ്രിംഗ് ഓഫ് ഹോപ്പ്, ഇറ്റ് വാസ് ദി വിന്റർ ഓഫ് ഡെസ്പയർ. അടുത്തത് നോവലുകളും നറേറ്റേഴ്സും മാത്രമല്ല, നോവലുകളും നറേറ്റേഴ്സും പ്രൊട്ടാഗണിസ്റ്റും ആന്റഗോണിസ്റ്റും ഫീമെയിൽ ക്യാരക്ടറും ഒക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഷേക്സ്പിയറിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മാത്രം എടുത്തുകൊണ്ടും മാച്ച് ദ ഫോളോയിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ബി ആണ്. ജെയിൻ അയർ എന്ന് പറയുന്ന ഷാർലറ്റ് ബ്രോണ്ടയുടെ ഈ ഒരു വർക്കിന്റെ നറേറ്റർ എന്ന് പറയുന്നത് ജെയിൻ അയർ തന്നെയാണ്. അതൊരു ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ നറേറ്റ് ചെയ്യുന്ന പിപ്പ് എന്ന് പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ടു ദ ലൈറ്റ് ഹൗസ് ബൈ വെർജീനിയ വുൾഫ്, അതൊരു തേർഡ് പേഴ്സൺ ഒമിനിഷ്യൻ നറേറ്റർ ആണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ഗ്രേറ്റ് ഗാസ്ബി ബൈ ഫിറ്റ്സ്ജെറാൾഡ്, അതിനകത്ത് നറേറ്റ് ചെയ്യുന്നത് നിക് കാരവയാണ്. ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന വർക്കിന്റെ നറേറ്റർ ഹോൾഡൻ കോൾഫീൽഡ് ആണ്. 100 Years Solitude എന്ന് പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ വർക്കിന്റെ നറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഒരുപാട് ക്യാരക്ടേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന കാരണം പെർസ്പെക്റ്റീവ് അനുസരിച്ച് പലരിലേക്കും നറേറ്റേഴ്സ് ആയിട്ട് പോകുന്നത് കാരണം നമുക്കൊരു തേർഡ് പേഴ്സൺ ഒമിനിഷ്യൻ നറേറ്റർ എന്ന് മാത്രമേ ഈ ഒരു വർക്കിൽ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. യുലീസസ് എന്ന് പറയുന്നതും ഒരു തേർഡ് പേഴ്സൺ നറേഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്യാഷ് 22 എന്ന് പറയുന്നതും ഈ പറഞ്ഞ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ 1984ലും ജോർജ് ഓർവെലിന്റെ ഇതും തേർഡ് പേഴ്സൺ ആണ്. തിങ്സ് ഫോൾ അപ്പാർട്ട് ബൈ ചിനുവ അച്ചിബെ, ഇതും തേർഡ് പേഴ്സൺ ആണ്. കൂടെ കുറച്ച് എക്സ്പീരിയൻസുകളും കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇംഗ്ലീഷിലെ വർക്കുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന നറേറ്റർ, പ്രൊട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ഫീമെയിൽ ക്യാരക്ടറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ടീച്ചിങ്ങും നമ്മുടെ കൈ തന്നെയാണ്, സാഹിത്യം പഠിപ്പിക്കുന്നതും മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സും നമ്മൾക്ക് അറിയാതിരിക്കണം. അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പെഡഗോജിക്കൽ ഏരിയാസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏകദേശം ഒരു 10 മുതൽ 12ഓളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സിറ്റുവേഷണൽ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്നാൽ അത് എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഒരു റിയൽ ലൈഫ്, പ്രാക്ടിക്കൽ ലൈഫ്
കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫീച്ചർ ചെയ്യുന്നത് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെടാത്തതാണ്. അത് 1 and 3 are the right answers. So the following are not principles of direct method of teaching. എന്താണ് direct method of teaching എന്നാൽ? direct method of teaching എന്നാൽ നമ്മൾ കുട്ടീനെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ ആ ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ അവനെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരിക. അവൻ്റെ മദർ ടങ് യൂസ് ചെയ്യാനുള്ള ആ എബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി അല്ല നോട്ട് ടെൻഡൻസി കുറയ്ക്കുക. അതാണ് ഡിറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 2 and 4 are not the principles of direct method of language teaching. അപ്പോൾ പെഡഗോജിക്കൽ ഏരിയാസും നമ്മുടെ ലിറ്ററേച്ചർ പോർഷൻസും നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.